നമസ്കാരം. ഞാനിപ്പോ നിൽക്കുന്നത് ആലങ്കോട്ട് തൊട്ടിക്കല്ല് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര തിരുസന്നിധാനത്തിലാണ്. വയലേലകളും നീർച്ചോലകളും കാവും ഒക്കെ സമ്പന്നമായ പ്രകൃതീശ്വരിയെ അനുഗ്രഹിച്ചിട്ടുള്ള അപാരമായ ചൈതന്യ ധന്യത കൊണ്ട് സുലഭിലമായ പുണ്യമായ സവിധത്തിലാണ് നമ്മളെല്ലാം, പ്രത്യേകിച്ചും ഈ മീനഭരണിയുടെ പുണ്യം പേറുന്ന ഈ ദിവസം ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത ഒരു മതേതരത്വ സ്വഭാവമുള്ള ഒരു ദേശമാണ്. ഇസ്ലാം മതവിശ്വാസികളും ഹൈന്ദവ മതവിശ്വാസികളും ഒക്കെ ഇഴചേർന്ന് പോകുന്ന ഒരു ദേശമാണിവിടെ. മറ്റൊരു പ്രത്യേകത, പുല്ലാങ്കുഴൽ വാദനം ചെയ്തുകൊണ്ട് പ്രകൃതിക്ക് സംഗീതം പകർന്നു കൊടുക്കുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പനായ തമ്പുരാന്റെ പൂർണ്ണകായ വിഗ്രഹമുള്ള ഒരു ക്ഷേത്ര സംവിധാനമാണ് ഇവിടം. പാഴ്മുളം തണ്ടിൽ നിന്ന് പാട്ടിന്റെ പാലാഴി സൃഷ്ടിച്ച കാരുണ്യസ്വരൂപനായ ഭഗവാൻ ഒരിക്കലെങ്കിലും ഈ തിരുസന്നിധാനത്തിൽ എത്തുന്നവരെ ചേർത്ത് പിടിക്കാതെ പോയിട്ടില്ല എന്നുള്ളതാണ് പുണ്യാനുഭവങ്ങളുടെ കേന്ദ്രബിന്ദു എന്ന നിലയിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടന്നിട്ട് ഒരു വ്യാഴവട്ടക്കാലമാകുന്നു. അതിന്റെ ഭാഗമായി പ്രതിഷ്ഠ ആധാരശിലയിൽ ഉറപ്പിക്കുന്നത് അഷ്ടബന്ധം കൊണ്ടാണ്. ഈ അഷ്ടബന്ധ നവീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അനുഗ്രഹീതനായ ഗുരുവായൂരപ്പൻ വിരുന്നെത്തുന്ന പാൽപായസത്തിന്റെ മാധുര്യം രുചിക്കുന്ന അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ താന്ത്രിക പാരമ്പര്യമുള്ള പുതുമന മധുസൂദനൻ തന്ത്രിയാണ് ഇവിടുത്തെ തന്ത്രിമുഖ്യൻ എന്നുള്ള ഒരു വലിയ പ്രത്യേകതയുമുണ്ട്. തന്നെയുമല്ല, വളരെ സാധാരണക്കാരായ ആൾക്കാര് ഒപ്പം ഭക്തിയും വിശ്വാസവും സ്നേഹധന്യതയും ത്യാഗവും കാരുണ്യവും ഒക്കെ സമഞ്ജസമായി സമ്മേളിക്കുന്ന പുണ്യമായ സവിധമാണ് ഈ ക്ഷേത്രം. നമ്മൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയായ ഈ പുണ്യമായ സവിധത്തിൽ വന്ന് ഭഗവാനെ ദർശനം നടത്തി സായുജ്യം നേടണമെന്ന് വളരെ വിനയത്തോടെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും സ്നേഹാദരങ്ങൾ. പ്രിയമുള്ളവരെ,